തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ചൊരു കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേന്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാതെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യണം? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയാനുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്റെ അത്രയും ചെയ്തു. അത്രയും ഫിസിക്കൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലോറീസ് അല്ലെങ്കിൽ 800 കാലോറീസിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഉള്ള കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി.